വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായമായ സൂറ അൽ അൻആം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അൻആമിലെ 155 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 156 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينة من ربكم وهدى ورحمة فمن أظلم ممن كذب بآيات الله وصدف عنها سنجزي الذين يصدفون عن آياتنا سوء العذاب بما كانوا يصدفون. കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുപ്രധാനമായ ചില വസിയത്തുകൾ നൽകിയത് നമ്മൾ ഓർക്കണം. 3 ആയത്തുകൾ അവസാനിച്ചത് ദാലിക്കും വസാക്കും ബിഹി എന്ന പ്രയോഗത്തോടു കൂടിയാണ്. ഇതത്രേ നാം നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നത് എന്ന് അള്ളാഹു വസിയത്ത് ചെയ്യാണ്. അതിൽ 10 കൽപ്പനകൾ നാം പഠിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു തആല നടത്തിയ വസിയത്ത് എന്താണ്? ഇതാണ് എൻ്റെ ചൊവ്വായ മാർഗം, അതിനാൽ ഇതിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവിൻ, നിങ്ങൾ മറ്റ് വഴികളിലേക്ക് ഛിന്ന ഭിന്നരായി പോകരുത്, അങ്ങനെ പോയാൽ വഴി പിഴച്ചു പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയുണ്ടായി. അതിനുശേഷം വേദഗ്രന്ഥങ്ങളിലേക്കാണ് തിരിഞ്ഞത്. ഓർക്കുന്നില്ലേ? സുമ്മ ആതൈന മൂസൽ കിതാബ തമാമൻ അലല്ലദി അഹ്സൻ വതഫ്സീല എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന് ശേഷം അല്ലാഹു തആല മൂസ അലൈഹിസ്സലാമിന് വേദഗ്രന്ഥം നൽകിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് സുകൃതം ചെയ്യുന്നവരുടെ കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്, അത് സകല വിശദീകരണങ്ങളോടും കൂടിയാണ്, അത് സന്മാർഗമാണ്, അത് കാരുണ്യമാണ് എന്നൊക്കെയാണ് ഉണർത്തിയത്. പിന്നെ ഒടുവിലായിട്ട് 155-ാമത്തെ ആയത്തിൽ എന്തായിരുന്നു ആശയം? വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പറഞ്ഞത്. വഹാദാ കിതാബ്, ഇതാ ഒരു ഗ്രന്ഥം, അൻസൽനാ, നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു, മുബാറക്കൻ, അനുഗ്രഹീതമായിട്ട്, ഫത്തബിഊ, അതിനാൽ നിങ്ങൾ ഈ ഗ്രന്ഥത്തെ പിൻപറ്റുവിൻ, വത്തഖൂ, നിങ്ങൾ ദൈവഭയമുള്ളവരാകുവിൻ, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ലഭിക്കുന്നവരാകും, ദിവ്യകാരുണ്യത്തിന് അർഹരാകും എന്നാണ് ഒടുവിൽ പറഞ്ഞത്. അപ്പോൾ വളരെ വ്യക്തതയോടുകൂടി ഒരു കാര്യം ഇവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? വേദഗ്രന്ഥങ്ങൾ ഓരോ കാലഘട്ടത്തില് അവതരിക്കുന്നു. അത് പൂർവ്വവേദങ്ങളെ സത്യപ്പെടുത്തുന്നതായിരിക്കും. എന്നാൽ പൂർവ്വവേദങ്ങളിൽ പിന്നീട് മനുഷ്യർ
നടത്തിയ കൃത്രിമങ്ങളെ അത് അംഗീകരിക്കുന്നില്ല. അതിനാൽ പൂർവവേദങ്ങളുടെ പ്രകൃതി വിശുദ്ധിയോടുകൂടി തന്നെ അവതരിക്കുന്ന ഏറ്റവും പുതിയ പതിപ്പാണ് പുതിയ വേദങ്ങൾ എന്നുള്ളതാണ്. ആ വേദങ്ങളിൽ ഒടുവിലെത്തേതാണ് ഖുർആൻ. തൗറാത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വഹാദ കിതാബുൻ, ഇതാ വേദഗ്രന്ഥം എന്ന് ഖുർആനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ പ്രത്യേകം സൂചിപ്പിച്ചു, ഇന്ന് പുതിയ കാലത്ത് ചില വാദങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. എന്താണ്? സർവ വേദ സത്യവാദം. എല്ലാ വേദങ്ങളും സത്യമാണ് എന്നുള്ള വാദമാണ്. ശരിയാണ്, അവയുടെ ആദിമ വിശുദ്ധിയിൽ എല്ലാം സത്യമാണ്. പക്ഷെ ഇന്ന് അവയൊക്കെ സത്യമായി നിലനിൽക്കുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. പൂർവ്വവേദങ്ങൾക്ക് സ്ഖലിതങ്ങൾ സംഭവിച്ചത് കൊണ്ട്, അതിൽ മനുഷ്യർ കൃത്രിമം കാണിച്ചത് കൊണ്ട് മാത്രമാണോ പുതിയ വേദം അവതരിച്ചത്? അങ്ങനെയല്ല. മറിച്ച് പുതിയ കാലഘട്ടത്തെ അഭിസംബോധന ചെയ്യാൻ പൂർവ്വവേദങ്ങൾക്ക് സാധിക്കുന്നില്ല, സാധ്യമല്ല. കാരണം അത് എക്സ്പയർ ആയിരിക്കുന്നു, കാലഹരണപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പുതിയ കാലത്തിന് വേണ്ടിയിട്ട്, അന്ത്യനാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഈ കാലത്തിന് വേണ്ടി അന്ത്യപ്രവാചകനും അന്ത്യവേദവും അവതരിച്ചിരിക്കുകയാണ്. അങ്ങനെ അവതരിച്ച ഖുർആനാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്നാണ് പറയുന്നത്. ഇനി ഖുർആൻ അവതരിച്ചതിന് മറ്റു ചില ന്യായങ്ങൾ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാണ്. 156 ആയത്ത് ശ്രദ്ധിക്കാം. അൻ തഖൂലു, അള്ളാഹു തആല പറയാണ്, അൻ എന്തെന്നാൽ, തഖൂലു നിങ്ങൾ പറയും. അൻ തഖൂലു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാൻ വേണ്ടി എന്നായിരിക്കും ഉദ്ദേശം. പക്ഷെ ഇത് ഭാഷാപരമായ ഒരു ശൈലിയാണ്. എന്ന് പറഞ്ഞാല് അതിനിടയിൽ ഒരു ലാ ഉണ്ട് എന്നാണ്. അല്ലാ തഖൂലു, നിങ്ങൾ പറയാതിരിക്കാൻ. ഖുർആനിന്റെ ഭാഷാപരമായ ഒരു ശൈലിയാണ്, അറബി ശൈലിയാണ് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അൻ തഖൂലു, നിങ്ങൾ പറയാതിരിക്കാൻ. ഇന്നമ ഉൻസിലൽ കിതാബ്, നിശ്ചയം ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല ത്വാഇഫത്തൈൻ, ത്വാഇഫ കക്ഷി, സംഘം എന്നൊക്കെയാണല്ലോ വിഭാഗം. ത്വാഇഫത്തൈൻ എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗം. അല ത്വാഇഫത്തൈനി, രണ്ട് വിഭാഗത്തിനുമേൽ. മിൻ ഖബ്ലിന, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ രണ്ട് വിഭാഗത്തിനാണ് വേദം അവതരിച്ചത്. വഇൻ കുന്ന, നിശ്ചയം ഞങ്ങൾ ആയിരുന്നു. എന്തായിരുന്നു? അൻ ദിറാസത്തിഹിം, അതിനെ കുറിച്ചുള്ള, അത് പഠിപ്പിക്കുന്നതിലും പഠിക്കുന്നതിലും, ലഗാഫിലീൻ, ഞങ്ങൾ അശ്രദ്ധരായിരുന്നു. ഞങ്ങൾക്ക് അതൊന്നും അറിയാനുള്ള അവസരങ്ങൾ തന്നെ ഉണ്ടായിട്ടില്ല. ലഗാഫിലീൻ, ഞങ്ങൾ അതൊന്നും അറിഞ്ഞതേയില്ല. അൻ ദിറാസത്തിഹിം, അവര്, ആ വേദക്കാര് അതിൻ്റെ പഠനത്തില് മുഴുകിയപ്പോ ഞങ്ങൾ അതിനെക്കുറിച്ച് അശ്രദ്ധരായിരുന്നു. അവര് പഠിച്ചതും പഠിപ്പിച്ചതും എന്താണ് എന്ന കാര്യത്തിൽ ഞങ്ങൾ അശ്രദ്ധരായിരുന്നു. ഞങ്ങൾക്കത് അറിയാൻ പോലും അവസരം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ കൂടിയാണ് ഈ വേദം അവതരിച്ചത്. അപ്പൊ ഇവിടെ നിങ്ങൾ ആരാണ്? ഇവിടെ നിങ്ങൾ മക്കയിലെ സൂറത്തുൽ അൻആം അവതരിക്കുമ്പോൾ അവിടെ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ മക്കയിലെ സമൂഹമാണ്, മക്കയിലെ അറബ് ജനങ്ങളാണ്, അറബ് ജനതയാണ് എന്ന് മനസ്സിലാക്കാം. അതേസമയത്ത് നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾക്ക് അവതരിച്ചു, അവരെന്തൊക്കെയോ പഠിച്ചു, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞതോ, അത് വേദക്കാരെ കുറിച്ചാണ്. അവരിലെ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അവര് അടിസ്ഥാനപരമായിട്ട് ഇസ്രായേല്യരാണ്, യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സന്തതികളാണ്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? അവര് പല വിഭാഗങ്ങളായി തിരിഞ്ഞു പോകുന്നുണ്ട്. അതില് പ്രബലമായിട്ട് പറയാൻ കഴിയുക മൂസ അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് പിന്നീട് വാദിച്ച യഹൂദരാണ് ഒരു വിഭാഗം. മറ്റൊന്ന് ഈസ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളായിട്ട് വാദിച്ച ക്രൈസ്തവ വിഭാഗങ്ങളാണ്. ഇങ്ങനെ രണ്ട് പ്രബല വിഭാഗം. ഇവർക്കാണല്ലോ വേദം അവതരിച്ചത്. മൂസ അലൈഹി ഇസ്ലാമിന് തൗറാത്തും ഈസ അലൈഹി ഇസ്ലാമിന് ഇഞ്ചീലും അവതരിച്ചു.
അങ്ങനെ അവര് അഹ്ലുൽ കിതാബ്, വേദക്കാർ എന്ന് വിളിക്കപ്പെട്ടു. ഖുർആനും വിളിക്കുന്നുണ്ട്. അപ്പൊ അതിനാൽ ആ രണ്ട് കൂട്ടർക്ക് മാത്രല്ലേ വേദം അവതരിച്ചിട്ടുള്ളൂ. ഇതിൽ ഞങ്ങൾക്ക് എന്ത് കാര്യം? നമ്മൾ പറയില്ലേ, പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കും പോലെ, വേദക്കാർക്ക് വേദം അവതരിച്ചു, അവരെന്തൊക്കെയോ പഠിച്ചു, അവരാരൊക്കെയോ എന്തൊക്കെയോ പഠിപ്പിക്കുന്നു, അതിൽ ഞങ്ങൾക്ക് എന്ത് കാര്യം എന്ന് സ്വാഭാവികമായിട്ടും ചോദിച്ചേക്കും. അപ്പൊ ശരിക്കും ഈ ചോദ്യം നമ്മളെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഖുർആനിക കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ടുള്ള സകല മനുഷ്യ സമൂഹത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം വേദം അവതരിച്ചത് ഈ രണ്ട് വിഭാഗത്തിനാണ്. അതിന് ശേഷമുള്ള ആളുകൾക്ക് വേദം എവിടെ എന്ന് ആളുകൾ ചോദിച്ചേക്കും. അപ്പൊ അള്ളാഹു പറയാണ്, അൻ തഖൂലു, നിങ്ങൾ പറയാതിരിക്കാനാണ്, ഇന്നമാ ഉൻസിലൽ കിതാബ്, നിശ്ചയം വേദഗ്രന്ഥം അവതരിച്ചിരിക്കുന്നത് അല ത്വാഇഫതൈനി മിൻ ഖബ്ലിന, ഞങ്ങൾക്ക് മുമ്പുള്ള രണ്ട് വിഭാഗങ്ങൾക്കാണ്. വഇൻ കുന്ന അൻ ദിറാസതിഹിം ലഗാഫിലിൻ. വഇൻ കുന്ന, അവിടെ ഇൻ തീർച്ചയായും എന്നാണ്. വഇൻ കുന്ന, തീർച്ചയായും ഞങ്ങൾ ആയിരുന്നു, അൻ ദിറാസതിഹിം, അവര് ആ വേദക്കാര് പഠിച്ചതിനെയും പഠിപ്പിച്ചതിനെയും കുറിച്ച്, ലഗാഫിലീൻ, ഞങ്ങൾ അശ്രദ്ധരായിരുന്നു, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയുമായിരുന്നില്ല. ശരിക്കും വേദക്കാര് അറബികളെ വിളിച്ചിരുന്നത് എന്താണ്? ഉമ്മിയ് എന്നാണ്. ഖുർആൻ പലയിടങ്ങളിൽ അത് എടുത്തു പറയുന്നുണ്ട് അല്ലെ. ഉമ്മി, ലൈസ ലന ലൈസ അലൈന ഫിൽ ഉമ്മിയീന സബീൽ എന്നൊക്കെ അവർ പറഞ്ഞില്ലേ. ഉമ്മി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാഷാർത്ഥം നിരക്ഷരൻ എന്നാണ്. അതേ സമയത്ത് ഇവിടെ പ്രയോഗിക്കുമ്പോൾ വേദക്കാര് അറബികളെ കുറിച്ച് പറയുമ്പോൾ വേദജ്ഞാനമില്ലാത്തവർ എന്നായിരിക്കും ഉദ്ദേശം. വേദജ്ഞാനമില്ലാത്തവർ. നിരക്ഷരത എന്നത് പലതരത്തിലാണ് അല്ലെ. ഒരു കാലത്ത് അത് അക്ഷരം എഴുതാൻ അറിയാത്ത ആൾക്ക് പറയുന്ന പേരാണ് ഇല്ലിറ്ററേറ്റ്. അയാള് അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളാണ്. പക്ഷെ ഇന്ന് നിരക്ഷരത എന്ന് പറഞ്ഞാൽ അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പലതരം സാക്ഷരതയുള്ള കാലമാണ് ഇന്ന്. കമ്പ്യൂട്ടർ സാക്ഷരത അല്ലെ, അത് അറിയാത്തവൻ അതിൽ നിരക്ഷരനാണ്. മൊബൈൽ സാക്ഷരതയുണ്ട്, മൊബൈൽ എങ്ങനെ ഓൺ ചെയ്യണം, അതൊരു പ്രത്യേക സാക്ഷരതയാണ്. ഇപ്പൊ പുതിയ കാലത്ത് മൊബൈല് അതിനപ്പുറത്തേക്ക് കടന്നു. AI ആ നിലയ്ക്ക് പുതിയ സങ്കേതങ്ങളിലേക്ക് കടക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ അതിലേക്ക് എത്തുമ്പോഴോ അപ്പോ അത് പുതിയ സാക്ഷരതയായിട്ട് മാറുകയാണ്. ഇങ്ങനെ അപ്ഡേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ വിഷയത്തിലും. അപ്പൊ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ ഇയാൾക്കൊന്നും അറിയില്ല. ഇപ്പൊ മക്കൾ നമ്മെ കുറിച്ച് പറഞ്ഞു തുടങ്ങില്ലേ, ഈ ഉമ്മാക്കും വാപ്പാക്കും ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് കുട്ടി പെട്ടെന്ന് മൊബൈൽ വാങ്ങിച്ചു പലതും ചെയ്തു തരും. അപ്പോൾ നമ്മൾ നിരക്ഷരായിട്ട് മാറാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേദസാക്ഷരത ഇല്ലാത്തവൻ എന്നായിരിക്കും. അപ്പോ അറബികൾ ഇങ്ങനെയൊക്കെ പറയും അല്ലെ. മക്കയുമായി ബന്ധപ്പെട്ടവര് എന്താ പറയാ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേദമൊന്നും അവതരിച്ചില്ലല്ലോ, അത് വേറെ ഏതോ വേദക്കാർക്ക് അവതരിച്ചു എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്കാണെങ്കിൽ അതിനെക്കുറിച്ചൊരു വിവരവും ഇല്ല, എന്താ ഞങ്ങൾക്കൊരു വേദം അവതരിപ്പിച്ചൂടെ, ഇങ്ങനെ പറഞ്ഞു കളയും. അപ്പൊ അതിനാൽ അതിനുള്ളൊരു പരിഹാരം കൂടിയാണിത്. എന്ന് പറഞ്ഞാൽ അറബികൾക്ക് മാത്രമല്ല, അവിടുന്ന് ഇങ്ങോട്ടുള്ള അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന ജനസമൂഹങ്ങൾക്കുള്ള വഴികാട്ടിയായിട്ടാണ് ഈ ഗ്രന്ഥം അവതരിക്കുന്നത് എന്നാണ്. പക്ഷെ ഖുർആൻ അവതരിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായപ്പോ മക്കയിലുള്ള ആൾക്കാർ വേറൊരു കാര്യം പറഞ്ഞു. എന്താണ്? എന്താ കൊള്ളാവുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലില്ലേ അല്ലെ? വേദം അവതരിക്കാനൊക്കെ കൊള്ളുന്ന, പ്രവാചകനാകാൻ പറ്റുന്ന യോഗ്യന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലില്ലേ? മക്കയിലും ത്വാഇഫിലും ഒക്കെ ഉണ്ടല്ലോ. ഖുർആൻ തന്നെ പറയുന്നുണ്ട് ത്വാഇഫത്തൈൻ. പിന്നെയും ഖുർആൻ പ്രയോഗിച്ചത് അവിടെയാണ്. അല്ലെങ്കിൽ ഖറിയത്തൈൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് നാടുകൾ, മക്കയിലും തായിഫിലും ഒക്കെ നല്ല കൊള്ളാവുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഈ ദരിദ്രവാസിയായ മുഹമ്മദിനെയാണോ പ്രവാചകനാക്കാൻ കിട്ടിയത് എന്ന് അവര് പിന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ ചോദ്യം എന്തുകൊണ്ടാ വന്നത്? അവർക്ക് ഈ വേദഗ്രന്ഥത്തിന്റെ മഹത്വം അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ശരിക്കും നമ്മൾ ഈ ഖുർആനിനെ വഹിക്കുന്ന നമ്മള് ഖുർആനിന്റെ മഹത്വം അറിയുന്നുണ്ടോ? നമുക്കിപ്പോ ഇത് പാരായണം ചെയ്ത് പുണ്യം നേടാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമായിട്ട് മാറിപ്പോവാണ് അല്ലേ.
പാരായണം തന്നെ ഒരു അമലാക്കിയിട്ട് മാറ്റി. ശരിക്കും ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാനാണ് നമ്മോട് പറഞ്ഞത്. ഇമാം ഹസനുൽ ബസരി റഹിമഹുള്ള പറയുന്നുണ്ട്, ഈ ഉമ്മത്തിന് പറ്റിയ ഒരു അബദ്ധം, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാനാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമസ്കരിക്കൂ, സക്കാത്ത് നൽകൂ, മാതാപിതാക്കളോട് ബാധ്യത നിർവഹിക്കുക, നേരത്തെ പറഞ്ഞ 10 കാര്യങ്ങളില്ലേ, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാം, ഖുർആൻ മുൻനിർത്തിയിട്ട് പ്രവർത്തിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഖുർആൻ പാരായണം തന്നെ അത് മാത്രം ഒരു അമലാക്കി മാറ്റി. തീർച്ചയായിട്ടും ഏറെ പുണ്യകരമായ ഒരു അമലാണ് ഖുർആൻ പാരായണം. പക്ഷെ അതിൽ പരിമിതപ്പെട്ടു പോവുക, ഖുർആനുമായുള്ള ബന്ധം എന്ന് പറയുമ്പോൾ വലിയ അബദ്ധമല്ലേ? വലിയ അബദ്ധമാണ്. അതാണ് സംഭവിച്ചു പോയത്. അതിനാൽ അല്ലാഹു തആല പറയാണ്, ഞങ്ങൾക്ക് ഗ്രന്ഥമൊന്നും അവതരിച്ചില്ലല്ലോ, അതൊക്കെ വേറെ ഏതോ ആൾക്കാർക്കല്ലേ കിട്ടിയത് എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ കൂടിയാണ് ഈ ഗ്രന്ഥം അവതരിച്ചത് എന്നാ പറയുന്നത്. അപ്പോ അൻ തഖൂലു എന്ന് പറഞ്ഞത് നിങ്ങൾ പറയാതിരിക്കാൻ എന്നാണ്. ഈ ശൈലിയില് ഖുർആനിൽ വേറെയും സന്ദർഭങ്ങളിൽ പരാമർശം വന്നിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ലി അല്ലാ തഖൂലു, നിങ്ങൾ പറയാതിരിക്കാൻ, നിങ്ങൾക്ക് ന്യായം ലഭിക്കാതിരിക്കാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഖുർആനില് യുബയ്യിനുല്ലാഹു ലക്കും അൻ തളില്ലു, അൻ-നിസാ 176 വന്നത് യുബയ്യിനുല്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് കാര്യം വിശദീകരിച്ചു തരുന്നു. അൻ തളില്ലു, എന്തിനാണ്? നിങ്ങൾ വഴി തെറ്റാൻ എന്നല്ല, വഴി തെറ്റാതിരിക്കാൻ എന്നാണ്. നിങ്ങൾ വഴി തെറ്റാതിരിക്കാൻ, നീ വഴി തെറ്റാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം എന്ന് പറയും പോലെ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് കാര്യം വിശദീകരിച്ചു തരുന്നത്. അവിടേക്ക് ഒരു ലാമ ഇല്ലാതെ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ആയത്തും അതേ ശൈലിയിൽ തന്നെയാണ്. 157 ആയത്ത്. ഔ തഖൂലു ലൗ അന്നാ ഉൻസില അലൈനൽ കിതാബ്. ഔ തഖൂലു, ഔ അല്ലെങ്കിൽ തഖൂലു, നിങ്ങൾ പറയാൻ അഥവാ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ നിങ്ങൾ വാദിക്കാതിരിക്കാൻ. ലൗ അന്ന ഉൻസില അലൈന, ലൗ എങ്കിൽ, അന്ന നിശ്ചയം ഞങ്ങൾ, ഉൻസില അലൈന ഞങ്ങൾക്കാണ് ഇറക്കപ്പെട്ടിരുന്നതെങ്കിൽ, ഞങ്ങളിലാണ് ഈ ഗ്രന്ഥം ഇറക്കപ്പെട്ടിരുന്നത്, അൽ കിതാബ് വേദഗ്രന്ഥം ഇറക്കപ്പെട്ടത് ഞങ്ങൾക്കായിരുന്നെങ്കിൽ, ലകുന്ന തീർച്ചയായും ഞങ്ങൾ ആയേനെ, അഹ്ദ, ഹദായഹദി വഴി കാണിച്ചു, അഹ്ദ എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്മാർഗികൾ, ഹാദി സന്മാർഗിയാണ്. അപ്പോൾ അഹ്ദ എന്ന് പറയുമ്പോൾ ഏറ്റവും സന്മാർഗം പ്രാപിച്ചവർ ഞങ്ങളായനെ, മിൻഹും അവരെക്കാൾ. ഇപ്പൊ വേദം കയ്യിലുള്ള വേദക്കാരുണ്ടല്ലോ, അവരെക്കാളും നല്ല വേദക്കാരായിട്ട് സന്മാർഗം പ്രാപിച്ചവരായിട്ട് ഞങ്ങൾ മാറിയേനെ എന്നും നിങ്ങൾ പറയും. അങ്ങനെയല്ലേ പൊതുവെ നമ്മൾ പറയാം, അല്ലേ? ഇപ്പോ ഞാനാണ് പഠിച്ചിരുന്നതെങ്കിൽ ഇതിനേക്കാളും മാർക്ക് ഞാൻ വാങ്ങിയേനെ, എനിക്ക് പഠിക്കാൻ അവസരം കിട്ടാതിരുന്നത് കൊണ്ടല്ലേ എന്നൊക്കെ പറയില്ലേ? എന്ന പോലെ ഈ വേദം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ, വേദക്കാർക്ക് കിട്ടിയതുപോലുള്ളൊരു വേദം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാളും നല്ല സന്മാർഗം പ്രാപിച്ചവരായേനെ. അതാണ് അവർ പറയുന്നത്. ലകുന്ന അഹ്ദാ മിൻഹും, ഞങ്ങൾ അവരെക്കാളും സന്മാർഗം പ്രാപിച്ചവരായേനെ എന്നാണ് പറയുന്നത്. അല്ലാഹു പറയാണ്, ഫഖദ് ജാഅക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും, ഫഖദ് ജാഅക്കും, ഇതാ നിങ്ങൾക്കിപ്പോ, ഇതാ തീർച്ചയായും വന്നു കഴിഞ്ഞിരിക്കുന്നു, ഫഖദ് തീർച്ചയായും, ജാഅക്കും നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു, ബയ്യിന ഒരു തെളിഞ്ഞ പ്രമാണം, ഒരു തെളിവ് വന്നെത്തിയിരിക്കുകയാണ്, മിർ റബ്ബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിഞ്ഞ പ്രമാണം വന്നെത്തിയിരിക്കുന്നു, വഹുദൻ ഇത് മാർഗദർശനമാണ്, വറഹ്മ കാരുണ്യവും അനുഗ്രഹവുമാണ് എന്നുകൂടി ചേർത്ത് പറയാണ്. അപ്പോ ഈ ഖുർആനാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഇതാ നിങ്ങൾക്ക് വേണ്ടി തന്നെ എന്ന രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. എന്താണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് അറബികൾക്ക് വേണ്ടി അവതരിച്ചതാണെന്നാണല്ലോ ഖുർആൻ തന്നെ പറയുന്നത്, പിന്നെ നമുക്ക് എന്താണ് ഇതിൽ കാര്യം എന്ന് അനറബികളായ നമുക്ക് വേണമെങ്കിൽ വാദിക്കാം, അല്ലെ? പക്ഷെ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുമ്പോൾ ആ സമൂഹത്തെ മാത്രമല്ല, അവിടുന്ന് ഇങ്ങോട്ടുള്ള
മുഴുവൻ ജനസമൂഹത്തെയും കുറിച്ചാണ്. അപ്പോൾ നമുക്കൊരു ലോകവീക്ഷണം ഉണ്ടാവണം, അല്ലെങ്കിൽ അബദ്ധം സംഭവിക്കും. ഖുർആൻ പറയുന്നുണ്ട്, ലി തുന്ദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് താങ്കൾക്ക് ഈ ഗ്രന്ഥം അവതരിച്ചത്, താങ്കൾ ആഗതനായത്? ഉമ്മുൽ ഖുറ, ഈ ഉമ്മുൽ ഖുറയിലും അതുപോലെ അതിന് ചുറ്റുമുള്ള ആളുകൾക്കും താക്കീത് നൽകാനാണ്. അപ്പൊ ചിലരതിനെ പരിമിതപ്പെടുത്തി പറയും. ഉമ്മുൽ ഖുറ എന്ന് പറയുമ്പോൾ മക്കയാണ്. അപ്പൊ മക്കയിലുള്ള ആളുകളെ സംസ്കരിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം. അതിന് ചുറ്റിലും എന്ന് പറയുമ്പോൾ പരമാവധി അറേബ്യ, മദീനയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു അറേബ്യ. അതിനപ്പുറത്ത് ഖുർആനിന് എന്ത് സാധ്യതയാണ് എന്ന് പറയും. അപ്പോഴാണ് മറ്റു ചില പഠനങ്ങൾ ആധുനികമായിട്ട് നടക്കുന്നത്. എന്താണ്? ശരിക്കും ഭൂമധ്യ രേഖ, ഭൂമിയുടെ മധ്യത്തിലൂടെ ഒരു വര വരച്ചാല് അത് മക്ക കേന്ദ്രമാക്കി കടന്നു പോകുന്നു എന്ന നിലക്കുള്ള പഠനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ വമൻ ഹൗലഹ എന്ന് പറഞ്ഞത് ഈ ഉമ്മുൽ ഖുറയുടെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഈ ലോകം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിനാൽ മനസ്സ് ചുരുങ്ങിപ്പോവല്ല വേണ്ടത്, വികസിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഗ്രന്ഥം, ഇതുപോലൊരു ഗ്രന്ഥം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇവരെക്കാൾ സന്മാർഗം പ്രാപിച്ചേനെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മറുപടി നൽകുകയാണ്, ഫഖദ് ജാഅക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും, ഇതാ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ ഈ ഗ്രന്ഥത്തിലൂടെ അവതരിക്കുന്നു. വഹുദം വറഹ്മ, ഇത് സന്മാർഗവും കാരുണ്യവുമാണല്ലോ. എന്നിട്ട് അള്ളാഹു മറ്റൊരു കാര്യം പറയാണ്, ഫമൻ അല്ലമു, അല്ലം ലാലിമിന്റെ അതിവിശേഷണമാണ്. അല്ലം, ലാലിം അക്രമിയാണെങ്കിൽ അല്ലം കൊടിയ അക്രമിയാണ്. ഫമൻ അല്ലമു, ആരാണ് കൊടിയ അക്രമി? മിമ്മൻ കദ്ദബ ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ സൂക്തങ്ങളെ തള്ളിപ്പറഞ്ഞവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? വസദഫ അൻഹ, സദഫ അവഗണിച്ചു എന്നാണ് അർത്ഥം. അവഗണിക്കുകയും ചെയ്തവനേക്കാൾ, സ്വയം അവഗണിക്കുകയും ജനങ്ങളെ പിന്തിരിപ്പിക്കുകയും ചെയ്തവനേക്കാൾ എന്നാണ് ശരിക്കും അവിടെ ആശയം. വസദഫ അൻഹ വളരെ ഗുരുതരമായൊരു താക്കീതിന്റെ സ്വരമാണ്. ഖുർആനില് ഫമൻ അല്ലമു, വമൻ അല്ലമു എന്ന പ്രയോഗം ധാരാളമായിട്ട് വരുന്നുണ്ട്, അല്ലെ? നമ്മൾ അത് ആദ്യം പഠിക്കുന്നത് സൂറത്തുൽ ബഖറയിലാണ്. വമൻ അല്ലമു മിമ്മൻ മനഅ മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികൾ ജനങ്ങൾക്ക് തടയുന്ന, ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? വമൻ അല്ലമു മിമ്മൻ കതമ ഷഹാദതൻ ഇൻദഹു മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഈ സത്യസാക്ഷ്യത്തെ മറച്ചു വെക്കുന്നവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? വല്ലാത്ത ചോദ്യമാണ്. അതിനപ്പുറം ഒരു അക്രമി ഇല്ല എന്നുള്ളതാണ്. വമൻ അല്ലമു, ഇതിലും വലിയ അക്രമം ചെയ്യുന്ന ആരാ ഉള്ളത് എന്ന ചോദ്യമാണ്. അതേ ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഫമൻ അല്ലമു, ഏത് അധർമ്മിയാണുള്ളത്? മിമ്മൻ കദ്ദബ ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൈവിക സൂക്തങ്ങളെ കളവാക്കുന്നവനേക്കാൾ. വസദഫ അൻഹ, എന്നിട്ട് അതിൽ നിന്ന് അയാൾ പിന്തിരിഞ്ഞു പോവാണ്. ഏകദൈവത്വത്തെ കുറിച്ച് പറയുമ്പോൾ ബഹുദൈവത്വവാദികളായിട്ട് മാറുകയാണ്, അല്ലെ? ആലോചിച്ച് നോക്കൂ. ഇപ്പൊ പുതിയ കാലത്ത് എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? പുതിയൊരു മതം എന്ന പോലെ മടവൂർ ഷെയ്ഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുഹൈദ്ദീൻ മാലയൊക്കെ പാടും പോലെ ആളുകൾ ഇങ്ങനെ കൂടിയിരുന്നിട്ട് മടവൂരല്ലാതെ ജീവിതമില്ല, മടവൂരല്ലാതെ ആശ്രയമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒന്നിച്ചിരുന്ന് ഭജനം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആളുകള്. വല്ലാത്ത അവസ്ഥയാണ്. വിശുദ്ധ ഖുർആനിന്റെ തെളിമയാർന്ന വക്രതയില്ലാത്ത സന്ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വഴിതെറ്റിക്കപ്പെടുകയാണ്. വസ്വദഫ അൻഹ, സത്യമാർഗത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാണ്. ചെറിയ മക്കളൊക്കെ ഇരുത്തിയിട്ടാണ് ഇങ്ങനെ പാട്ട് പാടി കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കൂ. സനജ്സില്ലദീന യസ്ദിഫൂന അൻ ആയാതിന, അല്ലാഹു തആല ഒരു കാര്യം കൂടി ചേർത്ത് പറയാണ്. സനജ്സി, ജസാ യജ്സി, പ്രതിഫലം നൽകി, നാം പ്രതിഫലം നൽകുന്നുണ്ട്. സനജ്സി ആർക്കാണ്? അല്ലദീന യസ്ദിഫൂന അൻ ആയാതിന, നമ്മുടെ സൂക്തങ്ങളെ അവഗണിക്കുന്ന ആളുകൾക്ക്.
അഥവാ അതിൽ നിന്ന് ജനത്തെ പിന്തിരിപ്പിക്കുന്നവർക്ക് എന്താണ് കൊടുക്കുക? സൂ അൽ അദാബ്, വളരെ മോശമായ ശിക്ഷയാണ് അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത്. മ്ലേച്ഛമായ നിന്ദ്യമായ ശിക്ഷയാണ്. ബിമാ കാനു യസ്ദിഫൂൻ. എന്താ കാരണം? അവര് ഈ സത്യത്തെ അവഗണിക്കുന്നവരായതിനാൽ. സ്വദഫ യസ്ദിഫു എന്ന വാക്ക് ആവർത്തിച്ചു വരുന്നത് കണ്ടില്ലേ? ഈ സൂക്തത്തില് 3 തവണയാണ് സ്വദഫ വന്നിരിക്കുന്നത്, അല്ലെ? 3 തവണ വന്നു. വസ്വദഫ അൻഹ എന്ന് ആദ്യം വന്നു, പിന്നെ അല്ലദീന യസ്ദിഫൂന അൻ ആയാത്തിന എന്ന് പറഞ്ഞു, പിന്നെ ഒടുവില് ബിമാ കാനു യസ്ദിഫൂൻ എന്ന് പറഞ്ഞു. അതിഗുരുതരമായ പാതകമായതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഒരു നന്മയിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാം, അല്ലെ? ഉരുൾപൊട്ടൽ സംഭവിക്കും എന്ന് മുന്നറിയിപ്പ് ഉണ്ടാകുമ്പോൾ എങ്കിലും പൊട്ടട്ടെ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, എന്തൊരു നിർഭാഗ്യവാനാണ് എന്ന് പറയും പോലെ വരാനിരിക്കുന്ന ഗുരുതരമായ സാഹചര്യങ്ങൾ, ലോകാവസാനവും അതിനെ തുടർന്നുള്ള വിചാരണയും രക്ഷാശിക്ഷകളൊക്കെ പറയുമ്പോൾ എന്ത് വെറുതെ നേരം കളയാൻ ഓരോന്ന് പറയുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് സ്വദഫ. മാത്രമല്ല, അതിന് ഏറ്റവും നിർഭാഗ്യം എന്താണ്? ശുദ്ധ മനസ്സുള്ള ആളുകളെ ഈ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയുന്നു എന്നതാണ് അതിലേറെ ഗുരുതരം എന്ന് മനസ്സിലാക്കണം. അതിനാൽ ഈ വേദഗ്രന്ഥം അവതരിച്ചതിൻ്റെ ന്യായങ്ങളാണ് ഇത്രയും പറഞ്ഞത്, അല്ലെ? എന്ന് പറഞ്ഞാൽ ആർക്കോ അവതരിച്ചതിൽ ഞങ്ങൾക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു കളയരുത്. ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. പിൽക്കാലത്ത് തൗറാത്തിനും ഇഞ്ചീലിന് ശേഷം പിൽക്കാലത്ത് വന്ന ജനസമൂഹങ്ങൾക്കൊക്കെയും ഉള്ളതാണ്. ആ വേദക്കാരും വിശ്വസിച്ച് അംഗീകരിക്കേണ്ടതാണ്. കാരണം അവരുടെ കയ്യിലുള്ള ഗ്രന്ഥം കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. അത് ഗ്രന്ഥത്തിന്റെ പോരായ്മയല്ല, ഗ്രന്ഥത്തെ കുറ്റപ്പെടുത്തുന്നതല്ല. ഒന്ന്, സ്വാഭാവികമായും അതിന്റെ കാലം കഴിയുമ്പോൾ അത് പ്രായോഗികമല്ലാതാവില്ലേ? അത് അള്ളാഹു തന്നെ, അതിനെ അവതരിപ്പിച്ച അള്ളാഹു തന്നെയാണ് അതിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ മറ്റാരെങ്കിലും വന്ന് അങ്ങനെ ആരോപണം ഉന്നയിച്ചതല്ലല്ലോ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞത് വഹാദാ കിതാബുൻ അൻസൽനാ. അതിനാൽ ഈ ഖുർആനിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ തിരിക്കണം. ഇന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ പലതരത്തിലുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്ന കാലമാണ്. ഖുർആനിനെ തെറ്റിദ്ധരിപ്പിച്ചും തള്ളിപ്പറഞ്ഞുമുള്ള പലതരം വർത്തമാനങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലെ? കേരളത്തിലെ ഏറ്റവും സാംസ്കാരിക മൂല്യമുള്ള ഒരു മാസികയുണ്ട്, ഭാഷാപോഷിണിയാണ്. ഭാഷാപോഷിണി അത് ഒരു 100 നൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഒരു മാസികയാണ്. അതില് ഒടുവിലത്തെ പേജില് എപ്പോഴും വരുന്നൊരു പരസ്യമുണ്ട്. എന്താണ്? ഇടമറുകിന്റെ ഖുർആൻ വിമർശനങ്ങൾക്കുള്ള മറുപടി എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ പരസ്യമാണ് എപ്പോഴും. ആലോചിച്ച് നോക്കൂ. എന്ന് പറഞ്ഞാൽ ബോധപൂർവം അങ്ങനെ ഒരു പരസ്യം സൃഷ്ടിക്കപ്പെടുകയാണ്. എന്തിന്? എപ്പോഴും ഖുർആൻ വിമർശിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത ഈ നാട്ടിലെ സാംസ്കാരിക ബോധമുള്ള സകല മനുഷ്യരുടെയും ഉള്ളില് കടത്താൻ വേണ്ടിയിട്ടാണ്. പുസ്തകം ചെലവാകാനൊന്നുമല്ല. ആ പുസ്തകത്തിന് ഒരുപാട് മറുപടികൾ നൽകപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോഴും അങ്ങനെ ഒരു പരസ്യം നിങ്ങൾക്ക് കാണാം. ഈ ഏറ്റവും പുതിയ ലക്കത്തിൽ പോലും ഞാനത് കണ്ടു, അതുകൊണ്ട് പറയാൻ. അപ്പൊ അങ്ങനെ നിരന്തരം വിമർശിക്കപ്പെടേണ്ട, മാറ്റി നിർത്തപ്പെടേണ്ട, സംശയിക്കപ്പെടേണ്ട, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് ഖുർആൻ എന്ന് ബോധപൂർവം ജനങ്ങളുടെ അകത്ത് ഒരു അവബോധം സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് സ്വദഫ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനാൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 158 ആയത്തില് ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്താ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം പറയാണ്. ഹൽ യൻദുറൂൻ, ഇവര് കാത്തിരിക്കുകയാണോ? നദറ യൻദുറു, നോക്കി എന്നാണ്. ഹൽ യൻദുറൂൻ അല്ല, ഇവർക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ഇളക്കവും ഇല്ലല്ലോ. ഹൽ യൻദുറൂൻ, ഇവർ നോക്കി നിൽക്കുകയാണോ, കാത്തിരിക്കുകയാണോ? ഇല്ല അൻ തഅതിയഹുമുൽ മലായിക,
ഇല്ല അന്ത എത്തിയഹും അത്തായ എത്തി വന്നു, ഇല്ല അല്ലാതെ, അന്ത എത്തി വരുന്നതിനെ അല്ലാതെ, ഹും അവർക്ക്, അഥവാ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നതല്ലാതെ ഇനി എന്താ അവർക്ക് കാത്തിരിക്കാനുള്ളത്? എന്താ ഇറങ്ങി വരിക? അൽ മലായിക്ക, മലക്കുകൾ. മലക്കുകൾ ഇറങ്ങി വന്നാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതും കാത്തിരുന്നോളൂ. ഔ യഅ്തിയ, അല്ലെങ്കിൽ നേരിട്ട് വരുന്നതിനെ കാത്തിരിക്കുകയാണോ? റബ്ബുക, നിന്റെ നാഥൻ. അങ്ങനെ ഒരു ഖുർആൻ അവതരിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ നാഥൻ തന്നെ കൊണ്ടുവന്ന് അവതരിപ്പിക്കട്ടെ. അങ്ങനെയല്ലേ? ഒരു ഗ്രന്ഥം ഒരാൾ എഴുതിയാൽ ആ ഗ്രന്ഥം അയാൾ തന്നെയാണ് പിന്നെ പ്രകാശന ചടങ്ങൊക്കെ സംഘടിപ്പിച്ചിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. എങ്കിൽ പടച്ചോൻ നേരിട്ട് വന്നിട്ട് പറയട്ടെ എന്ന നിലക്ക് കാത്തിരിക്കുകയാണോ ഇവര്? ഔയ എത്തിയ, അതുമല്ലെങ്കിൽ അവർ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? ബഅ്ദു ആയാത്തി റബ്ബിക്, നിന്റെ റബ്ബിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ, നേരിട്ടുള്ള ചില തെളിവുകൾക്കായിട്ട് കാത്തിരിക്കുകയാണോ? സൂറത്തുൽ ബഖറയിലൊക്കെ ഇതിന് സമാനമായ ആയത്തുകൾ വന്നതോർക്കുന്നില്ലേ? ഹൽ യൻദുറൂന ഇല്ലാ അൻ യഅ്തിയഹുമുല്ലാഹു ഫി ദുലലിൻ മിനൽ ഗമാം. അല്ലാഹു തആല മേഘക്കുടയും ചൂടിയിട്ട് ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാം, അല്ലെ? അങ്ങനെ ചില ചിത്രങ്ങൾ കാണില്ലേ, രഥത്തിലേറിയിട്ട് പിന്നെ ദേവീദേവന്മാരൊക്കെ ഇറങ്ങി വരുന്നത്. എന്ന പോലെ പടച്ചോൻ ഇങ്ങനെ ഒരു മേഘക്കുടയൊക്കെ ചൂടി അങ്ങനെ മലക്കുകൾ അകമ്പടിയോടുകൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെയാണോ അവർ കാത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ലഖുദിയൽ അംർ, കഥ കഴിഞ്ഞത് തന്നെ എന്നാണ് ഖുർആന്റെ പ്രയോഗം. അപ്പൊ ഒന്നുകിൽ മലക്കായിട്ട് വരട്ടെ, അതല്ലെങ്കിലോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു നേരിട്ട് അവതരിക്കട്ടെ, അതുമല്ലെങ്കിൽ ചില ദൃഷ്ടാന്തങ്ങൾ അവതരിക്കട്ടെ. ഈ കാണുന്ന മല പെട്ടെന്ന് പൊന്നായിട്ട് കാണിക്കൂ. ഈ മരുഭൂമിയിൽ സുന്ദരമായ തോട്ടം ഉണ്ടായിട്ട് അതിൻ്റെ രണ്ട് വശങ്ങളിലൂടെ കളകളം പൊഴിക്കുന്ന അരുവികൾ ഒഴുക്കി കാണിക്കൂ. അതുമല്ലെങ്കിൽ കോവണി വെച്ചിട്ട് മുകളിലോട്ട് കയറിയിട്ട് ഒരു ഗ്രന്ഥവും കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രവാചക താങ്കൾ ഇറങ്ങി വരൂ. ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞിരുന്നു. സൂറ ബനി ഇസ്രായേലില് അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണോ? അതല്ലെങ്കിൽ ഇനിയിപ്പോ വിശ്വസിക്കാൻ വേണ്ടത് എന്നതാണ്. യൗമ യഅ്തി ബഅ്ദു ആയാത്തി റബ്ബിക്, എന്നാൽ ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. ഏതാണ്? യൗം, ഒരു ദിനം, യഅ്തി വരും, ബഅ്ദു ആയാത്തി റബ്ബിക, നിന്റെ നാഥന്റെ ചില ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെടും. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു നാള് വരുന്നുണ്ട്. എപ്പോഴാണ്? ഖിയാമത്തിന്റെ വേളയാണ്, അല്ലെ? ഖുർആൻ പറയുന്നില്ലേ, സൂര്യൻ ചുരുട്ടപ്പെടുന്നു, നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീഴുന്നു, സമുദ്രത്തിൽ തീ ആളിക്കത്തുന്നു, പർവ്വതങ്ങൾ ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലെ ഇളകി നടക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രപഞ്ചഘടനയിൽ ഗുരുതരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാത്തിരിക്കാണോ? യൗമ യഅ്തി ബഅ്ദു ആയാത്തി റബ്ബിക്, അങ്ങനെ ഒരു ദിവസം നിന്റെ നാഥന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കൺമുമ്പിൽ കാണുന്ന ദിനമുണ്ടല്ലോ. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹ, അന്നേ ദിവസം ലാ യൻഫഉ, പ്രയോജനപ്പെടുകയില്ല, നഫ്സൻ, ഒരാൾക്കും, ഈമാനുഹ, ആ നഫ്സിന്റെ ഒരു വിശ്വാസവും ഒരു ഈമാനും പ്രയോജനപ്പെടില്ല. അങ്ങനെ ഒരു സമയമുണ്ട്, അല്ലേ? ആ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ, അതുകൊണ്ട് ആമന്തു ബില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കോ? ഇല്ല. അത്രത്തോളം കാത്തിരിക്കണോ? കാത്തിരിക്കേണ്ടതില്ലല്ലോ. ഉരുൾപൊട്ടൽ പോലെ, അല്ലെ? എല്ലാം സംഭവിക്കുന്ന അവസാന നിമിഷം വരെ കാത്തിരുന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടു, അതുകൊണ്ട് പടച്ചോനെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം തെളിവുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പിന്നെ അതിന് വിശ്വാസം എന്ന് പറയോ? ഇപ്പൊ എനിക്ക് ബോധ്യമായി അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട്. ഇല്ല. വിശ്വാസം എന്നത് ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞത് അതൊരു അറിവാണ്. പക്ഷെ വിശ്വാസം എന്നത് ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ട് തിരിച്ചറിവ് നേടലാണ്. ഇപ്പൊ ഒരു മതിലിനപ്പുറത്ത് നിന്ന് പുക ഉയരുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക? ആരോ തീ പൂട്ടിയിട്ടുണ്ട് എന്നാണ്, അല്ലെ? അതൊരു വിശ്വാസമാണ്. അതേസമയം നമ്മൾ അവിടെ ചെന്ന് നോക്കിയാലോ, അതൊരു അറിവാണ്. പിന്നെ അത് അറിവാണ്, ഇന്ന ആളാണ് തീ പൂട്ടിയത്.
പക്ഷെ മതിലിനിപ്പുറത്ത് നിന്ന് പുക ഉയരുന്നത് കാണുമ്പോൾ അത് തീ പൂട്ടിയതാണ് എന്ന തിരിച്ചറിയലാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതിനാൽ അള്ളാഹു തആല ഗൈബായിട്ട് നിശ്ചയിച്ചത് ഇപ്പൊ തന്നെ കാണണം എന്ന് വാശി പിടിച്ച് കളയരുത്. അത് ലക്ഷണങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളുക. ഖുർആനും സുന്നത്തും ഒരുപാട് അലാമത്തുകൾ ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു ഉണ്ട് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ തന്നെയും ദൃഷ്ടാന്തമല്ലേ. അതിനാൽ യൗമയഅതി ബഅദു ആയാതി റബ്ബിക്, നിന്റെ റബ്ബിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷമാകുന്ന ഒരു ദിവസമുണ്ട്. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹ, അന്ന് ഒരാൾക്കും അത് നേരിൽ കണ്ടിട്ട് ഒരാൾ വിശ്വസിക്കാൻ തീരുമാനിച്ചാൽ അയാളുടെ ഈമാൻ അയാൾക്ക് പ്രയോജനപ്പെടില്ല എന്നാണ്. ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫി ഈമാനിഹ ഖൈറ, മാത്രമല്ല നേരത്തെ വിശ്വസിച്ചിട്ടും ആ വിശ്വാസം കൊണ്ട് ഒരു പുണ്യവും നേടിയിട്ടില്ലാത്ത ഒരാത്മാവിനും ആ വിശ്വാസം പ്രയോജനപ്പെടില്ല എന്നാണ് പിന്നീട് പറയുന്നത്. എന്താണ്? ലം തക്കുൻ ആമനത്, വിശ്വസിച്ചിരുന്നിട്ടില്ലാത്ത ആൾക്കാർ, മിൻ ഖബൽ, നേരത്തെ വിശ്വസിക്കാത്ത ആളുകൾക്ക് പ്രയോജനപ്പെടില്ല. ഔ കസബത്ത്, അല്ലെങ്കിൽ നേരത്തെ വിശ്വസിച്ചിട്ടും നേടാത്ത ആൾക്കാർ, ഫി ഈമാനിഹ ഖൈറ, ആ വിശ്വാസത്തിന്റെ ഒരു പുണ്യവും നേടാത്ത ആൾക്കാരുണ്ടാവും. വിശ്വസിച്ചു എന്ന് ചോദിച്ചാൽ വിശ്വസിച്ചു, പക്ഷെ ജീവിതത്തിൽ അതിന്റെ ഒരു പ്രയോജനമില്ല. അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലേ? വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ, അള്ളാഹുവിലും അന്ത്യനാളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നൊരു കൂട്ടര് പറയും. പക്ഷെ അള്ളാഹു പറയാം വമാ ഹും ബിമുഅ്മിനീൻ, അവർ ശരിക്കും വിശ്വാസികളല്ല, അവരുടെ നെഞ്ചകത്ത് ഈമാനിന്റെ യാതൊരു പ്രതിഫലനവും ഉണ്ടായിട്ടില്ല, അങ്ങനെ പറയുന്നുണ്ട്. അതിനാൽ അങ്ങനെ ആയതുകൊണ്ട് കാര്യമില്ല. ആ രണ്ട് വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. ആ സമയത്ത് വിശ്വാസം പ്രയോജനപ്പെടാത്തവര്, ലം തക്കുൻ ആമനത്ത്, വിശ്വസിച്ചിട്ടില്ലാത്തവരാണ് ഒരു കൂട്ടര്, മിൻ ഖബൽ, നേരത്തെ, ഔ കസബത്ത് ഫി ഈമാനിഹ ഖൈറ, തന്റെ വിശ്വാസം കൊണ്ട് ഒരു നന്മയും നേടിയെടുക്കാൻ കഴിയാത്ത ആളുകൾക്കും വിശ്വാസം പ്രയോജനപ്പെടില്ല. ഖുൽ, പ്രവാചക പറയൂ, ഇൻതളിറൂ, ഇൻതളറ, കാത്തിരുന്നു, ഇൻതളിർ, നീ കാത്തിരിക്കൂ, ഇൻതളിറൂ, നിങ്ങൾ കാത്തിരുന്നോളൂ, ഇന്നാ മുൻതളിറൂൻ, നിശ്ചയം ഞങ്ങളും കാത്തിരിക്കുന്നവരാണ്. നമുക്ക് അവിടെ എത്തുമ്പോൾ കാണാം എന്നാണ് പറയുന്നത്. ഇത് വല്ലാത്തൊരു താക്കീതിന്റെ സ്വരമാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ആയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ. അപ്പോ ഒടുവിൽ വിശ്വസിച്ചാല് ആ വിശ്വാസം ആർക്കും പ്രയോജനപ്പെടില്ല എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഒരു ഹദീസ് ഇങ്ങനെയുണ്ട്: സൂര്യൻ അതിന്റെ അസ്തമന സ്ഥാനത്ത് നിന്ന് ഉദയം കൊള്ളുന്നത് വരെ അന്ത്യനാൾ ഉണ്ടാവില്ല. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുകയാണ്, അസ്തമയ സ്ഥാനത്ത് നിന്ന് ഉദിക്കുന്നത് വരെ അന്ത്യനാൾ ഉണ്ടാവില്ല. ആളുകൾ അത് കണ്ടാല് ഭൂമിയിലുള്ള സകലരും വിശ്വസിക്കും. പെട്ടെന്നൊരു ദിവസം നേരം വെളുക്കുമ്പോൾ പടിഞ്ഞാറ് എന്ന സൂര്യൻ ഉദിച്ചാല്, പടച്ചോനെ ഖിയാമത്ത് സംഭവിക്കാണ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എല്ലാവരും പറയും. അതാണ് നേരത്തെ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരാത്മാവിനും അതിന്റെ വിശ്വാസം പ്രയോജനപ്പെടാത്ത സന്ദർഭം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നേരത്തെ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരാത്മാവിനും വിശ്വാസം പ്രയോജനപ്പെടാത്ത സന്ദർഭം അതാണ്. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ ഭാഗം ഓതി എന്നാണ് പറയുന്നത്. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹ, മരണാസന്നനായ ആള് ഇന്നി തുബത്തുൽ ആൻ, ഞാനിപ്പോ വിശ്വസിച്ചു തൗബ ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണിത്. അതിനാൽ മുൻകൂട്ടി ഒരുങ്ങി നിൽക്കുക എന്നതാണ് ബുദ്ധിമാൻ സ്വീകരിക്കേണ്ട സമീപനം എന്ന് മനസ്സിലാക്കാം. സൂറ അൽ അൻആം അതിന്റെ സമാപന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവതരമായ വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹുവെ, ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബെ. നിന്നിൽ യഥാവിധി വിശ്വസിച്ച് നിന്റെ വേദഗ്രന്ഥത്തിൽ അടിയുറച്ച് നിലകൊണ്ട് മുന്നേറുവാൻ തൗഫീഖ് നൽകണേ റബ്ബെ. എല്ലാവിധ വഴികേടുകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ.
സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിച്ചു മുന്നേറുവാൻ തൗഫീഖ് നൽകണേ നാഥ. നല്ല യഖീനുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ നാഥ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കണേ റബ്ബെ. ഞങ്ങൾക്ക് എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ നാഥ. ഞങ്ങളിലെ രോഗികൾക്കെല്ലാം ശിഫ നൽകണേ റബ്ബെ. മൺമറഞ്ഞു പോയ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗത്തിലെ ഉന്നതമായ ഇടം നൽകി അനുഗ്രഹിക്കണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله. വഅലൈക്കും സലാം. തവല്ലായും സദഖയും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും ഒരേ മീനിങ് ആണ്. ഒന്നുകൂടി ചോദിക്കാവോ? മനസ്സിലായില്ല. തവല്ല എന്ന് പറയില്ല, അത് പിന്തിരിഞ്ഞു എന്നല്ലേ? സദഫയും ആ മീനിങ് തന്നെയാണോ? അതെ, തവല്ല സ്വദഫ രണ്ടും പ്രത്യക്ഷത്തിലെ ആശയം ഒന്ന് തന്നെയാണ്. തവല്ല എന്നത് ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക എന്നുള്ള ആശയത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്വദഫ എന്നതില് മറ്റൊരാളെ പിന്തിരിപ്പിക്കുക എന്നൊരാശയം കൂടി ഉണ്ട് എന്നാണ് വ്യാഖ്യാനങ്ങൾ കാണുന്നത്. തവല്ല സ്വയം പിന്തിരിഞ്ഞു പോകലാണെങ്കിൽ സ്വദഫ സ്വയം പിന്തിരിയുക മാത്രമല്ല മറ്റുള്ളവരെ പിന്തിരിപ്പിക്കുക എന്ന ആശയം കൂടി. ഉസ്താദ്, നമ്മൾ ഒലു ചെയ്യുമ്പോൾ